അപ്പൊ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഡ്യൂട്ടിക്ക് വന്നപ്പം ഒരു വണ്ടി അപകടകരമായി ഓവർടേക്ക് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഈ വാഹനങ്ങൾ പിടിച്ചു നിർത്തിയത്. കേസ് എഴുതാൻ വേണ്ടി പിടിച്ചു നിർത്തിയാണ്. അപ്പോൾ അപകടകരമായിട്ട് ഓവർടേക്ക് ചെയ്ത ഡ്രൈവർ പറഞ്ഞത് ഈ കിടക്കുന്ന വാഹനത്തിലെ ഡ്രൈവർ ഉറങ്ങി വന്നതായിട്ടാണ് പറഞ്ഞത്. അപ്പൊ അത് നമ്മളത് പരിശോധിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഒന്ന് പറയാമോ? ഓടി വന്നപ്പോ ജസ്റ്റ് കണ്ണടഞ്ഞു. അന്നേരം വണ്ടി ഒതുക്കാമെന്നും പറഞ്ഞാണ് വരുന്നത്. സ്ഥലം നോക്കി വന്നതാണ്. അന്നേരം പുള്ളി ഓവർടേക്ക് ചെയ്ത് പുള്ളി അത് പറയാൻ വേണ്ടിട്ടാണ് പുള്ളി. അപ്പൊ എന്താ സംഭവിച്ചത് ശരിക്കും? പുള്ളിയുടെ കയ്യിൽ നിന്ന് വണ്ടി വലത്തോട്ട് പോയി. ഞാൻ അത് കണ്ടിട്ട് ഫോൺ അടിച്ച് പുള്ളിയെ ഉണർത്താൻ വേണ്ടി ഞാൻ കയറി വന്നില്ല. അല്ലാതെ അപകടമായിട്ട് ഓവർടേക്ക് ചെയ്തല്ല. അല്ലല്ല, ഓവർടേക്ക് ചെയ്തല്ല. അപ്പൊ ഇതിന്റെ ദൃശ്യങ്ങൾ നമ്മളുടെ വണ്ടിയിൽ ഉണ്ട്. ഞങ്ങൾ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു കാരണവശാലും വാഹനം ഓടിക്കുമ്പോൾ ഉറങ്ങരുതെന്ന്. ഇവിടെ ഇപ്പോ ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ ഉറക്കം നിയന്ത്രണത്തിനപ്പുറമായി ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വാഹനം ഒരു അപകടം ഉണ്ടാക്കിയാന്, അത് പിന്നീട് ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറിയാന്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അപകടം ഉണ്ടാകാതെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് പേര് പറഞ്ഞോളൂ. ബിജുവിന്റെ സ്ഥലം എവിടെയാണ്? ചവറയിലുള്ള ബിജു ആണ്. അപ്പോൾ ഞാൻ ഫൈൻ അടിക്കാനായിട്ട് തീരുമാനിച്ചതാണ്. പക്ഷെ ഉദ്ദേശം നല്ലതായതുകൊണ്ട് നമ്മളിതൊരു ബോധവൽക്കരണ വീഡിയോ ആയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ബിജുവിന് ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ, അല്ല മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ തോന്നിയ നല്ല പ്രവൃത്തിയെ ഈ വീഡിയോക്ക് വേണ്ടി ആദരിക്കുകയാണ്. ഓക്കെ, ഇനി ഉറക്കം വന്ന നല്ല സ്ഥലം നോക്കിക്കരുത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഉറക്കം വന്നു കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് വാഹനം എവിടെയാണെങ്കിലും ഒതുക്കുക. ഇനി അങ്ങനെ ഉണ്ടാവരുത്. ഇനി ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് സസ്പെൻഷൻ ഉണ്ടായിരിക്കും. ഞാൻ അത് ചെയ്യാൻ തുടങ്ങിയതാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും മൂവ്മെന്റിലും. തൽക്കാലം ഇത് ചെയ്യുന്നില്ല. എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതൊരു ബോധവൽക്കരണ വീഡിയോ എന്നുള്ള രീതിയിൽ നമ്മളിത് ചെയ്യുകയാണ്. കുറച്ച് കഴിഞ്ഞാണ് ഓവർടേക്ക് ചെയ്ത വാഹനത്തിലെ ഡ്രൈവർ വീഡിയോ അയച്ചെന്നത്. ആ വീഡിയോ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. മുൻപിലുള്ള ലോറി സിക്സാഗ് മാനറിലാണ് ഓടിച്ചു പോകുന്നത്. ചിലപ്പോൾ പൂർണ്ണമായും വലത് ട്രാക്കിൽ കയറുന്നതും കാണാൻ സാധിച്ചു. 47 ടൺ സിമെൻറ്റുമായി വന്ന ലോറിയാണിത്. ഇതുപോലെ ഒരു സിമെൻറ്റ് ലോറിയാണ് കഴിഞ്ഞ വർഷം കുളനടയിൽ ഒരു മീൻവണ്ടിയെ ഇടിച്ചു തെറിപ്പിച്ചത്. ഇത്തരം വാഹനം 60 കിലോമീറ്റർ സ്പീഡിൽ ഒരു പാസഞ്ചർ വാഹനത്തിൽ ഇടിച്ചു തെറിപ്പിച്ചാൽ അവിടെ ഉണ്ടാകുന്ന അപകടത്തിൻ്റെ കാഠിന്യം എത്ര കൂടുതലായിരിക്കും. ആയതിനാൽ ഇത്തരം ലോഡുമായി രാത്രിയിൽ യാത്ര തിരിക്കുന്ന ഡ്രൈവർമാർ ഇടയ്ക്ക് നിർത്തി ഉറക്കക്ഷീണം തീർത്തതിന് ശേഷം മാത്രം വാഹനം ഓടിക്കുക. ഇവിടെ ഈ വാഹനം വലത് ട്രാക്കിൽ കയറുമ്പോൾ പുറകിലുള്ള വാഹനത്തിലെ ഡ്രൈവർ ഹോൺ അടിച്ച് അദ്ദേഹത്തെ ഉണർത്താൻ ശ്രമിക്കുന്നത് കാണാം. ഉപദേശം നൽകി കേസെഴുതാതെ വിടാനാണ് ആദ്യം ശ്രമിച്ചത്. എന്നാൽ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ഡ്രൈവർ യാതൊരു റോഡ് ബോധവുമില്ലാതെയാണ് വാഹനം ഓടിക്കുന്നതെന്ന് മനസ്സിലായി. ആയതിനാൽ ഡ്രൈവർക്കെതിരെ കേസ് തയ്യാറാക്കുകയും കോടതിയിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ലൈസൻസ് റദ്ദാക്കുന്നതിനുള്ള നടപടിക്ക് ശുപാർശ നൽകിയിട്ടുള്ളത്. ഞങ്ങൾ വാഹന പരിശോധന നടത്തുന്നയിടത്താണ് അപകടകരമായി ഇവർ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചത്. എതിരെ ഒരു KSRTC വാഹനം കടന്നു വരുന്നതും കാണാം. തുടർന്ന് 2 വാഹനവും നിർത്തിക്കുകയും കേസ് തയ്യാറാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഉറങ്ങിപ്പോയോ അപകടകരമായോ വാഹനം ഓടിച്ച് സ്വയം അപകടത്തിലേക്ക് എടുത്തു ചാടരുത്. ഇത് ഒരു അഭ്യർത്ഥനയാണ്. വീണ്ടും മറ്റൊരു ബോധവൽക്കരണ വീഡിയോയുമായി കാണാം.